വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഇടക്കാല സ്റ്റേ ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ദുഷ്ടലാക്കിനുള്ള താക്കീതും ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രത്യാശ പകരുന്നതുമാണെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പാർലമെന്റിലും പുറത്തും ഇന്ത്യ മുന്നണി ഉയർത്തിയ വാദങ്ങൾ വ്യക്തമായുള്ളതായിരുന്നു എന്നത് കോടതി വിധിയെ അടിവരയിട്ടു. മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് വഖഫ് തട്ടിയെടുക്കാനുള്ള ഭരണകൂട ഗൂഢാലോചനയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. പരമോന്നത കോടതിക്ക് ഇത് ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണെന്നും ഇ.ടി. പറഞ്ഞു. അതിൽ ബാക്കി കാര്യങ്ങൾ കൊടുക്കുക. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം വെച്ചാൽ ഈ കേസിലെ വളരെ മൗലികമായ ചില കാര്യങ്ങൾ കോടതി ഇടപെട്ടു. റിപ്പോർട്ട് ചെയ്ത് ഒരു 5 പോയിന്റ് ഇത് എളുപ്പത്തിൽ ഈ കോൺഗ്രസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റുദാഹരണം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ തർക്കം ഉണ്ടായിരുന്നില്ല, ആർക്കും തർക്കമില്ല. കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് തർക്കമില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് പറയാം, ഗവൺമെൻറ് സർക്കാരിനെ കൊണ്ടുവരാനും ഏറ്റവും വലിയ കയ്യേറ്റക്കാർ സർക്കാർ തർക്കമെടുക്കാനും സർക്കാർ ഓഫീസുകൾ പലരും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പുതിയ തീരുമാനം പ്രകാരം കോടതിൻ്റെ ഒബ്സർവേഷൻ പ്രകാരം ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന ഗവൺമെൻറ് കയ്യിൽ വെച്ചിട്ട് എന്നാൽ ഒപ്പിൻ്റേതായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെതാണെന്നൊരു തർക്കവും അതല്ല പണ്ഡിറ്റ് മാതിൻ്റെ ഒപ്പിൻ്റാണെന്ന് തർക്കം വന്നാൽ തർക്കം ആരാണോ ഇതിനെ ചേർന്ന് ഇന്ന് ഈ വഖഫ് സ്വത്ത് അവിടെ ഗവൺമെൻറ് കൈവശമുള്ള കയ്യേറിയ ഭൂമി, ആ ഭൂമി തങ്ങളുടേതാണ് എന്ന് അവർ ആർഗ്യുമെൻറ്റുകളോ തർക്കമുണ്ടോ സംഭവിക്കുന്നു. ആ തർക്കം വരുന്നതോടുകൂടി അത് വഖഫ് സ്വത്ത് അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനർത്ഥം വെച്ചാൽ കയ്യേറ്റ ഭൂമികളൊക്കെ തന്നെ വെള്ളപൂശാൻ പറ്റുന്ന നേരത്തെ നിയമം, ആ നിയമം ഇപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കേസും കലക്ടർക്കുള്ള കേസ് തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് ആക്കിക്കൊടുക്കും. ആ കലക്ടർക്ക് കൊടുത്ത സമയത്ത് അത് കോടതി അത് യഥാർത്ഥത്തിൽ ദുർബലപ്പെട്ടു. അതുപോലെ തന്നെയുള്ള മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇതിൻ്റെ നിയന്ത്രണ ബോർഡ് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ സെൻട്രലാണെങ്കിൽ കൗൺസിൽ, ഇതിൽ തന്നെ നോൺ മുസ്ലിം പ്രാതിനിധ്യം വേണം ഒക്കെ അവരെ ആക്കാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്തു കോടതി എന്ന് വെച്ചാൽ അത് ലിമിറ്റ് ചെയ്തു. കേരളത്തിലാണെങ്കിൽ 4, മറ്റിടത്ത് അത് 3, 4. അപ്പോൾ അതിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തീരുമാനം വന്നപ്പോൾ ആ ഭീഷണി അവസാനിച്ചു. വേറൊന്നെന്ന് പറഞ്ഞാൽ സിഇഒൻ്റെ കാര്യം. സിഇഒൻ്റെ കാര്യത്തിൽ കോടതി പറഞ്ഞില്ല സിഇഒ നോൺ മുസ്ലിം ആവണം അല്ലെങ്കിൽ മുസ്ലിം ആവണം എന്ന് പറഞ്ഞില്ലെങ്കിൽ കോടതി കൃത്യമായിട്ട് സൂചിപ്പിച്ചു അത് സ്വാഭാവികമായിട്ടും വേണ്ടത് അതാണ്. ഓർഡർ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം. അതുപോലെ തന്നെ ഒഫീഷ്യൽ ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള അത്തരം കാര്യത്തിൽ വന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതും മുസ്ലിമായിരിക്കും. എക്സോഫീഷ്യൽ മെമ്പറായിട്ട് വരുന്ന ആളുകൾ അവരും മുസ്ലിമീങ്ങളാകുന്നത്. പിന്നെ 5 കൊല്ലം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ. നേരത്തെ ആർക്കും ആക്കാൻ പറ്റും. ഒരു ഇഷ്ടപ്പെടുന്ന മുസ്ലിമുകൾക്കും അല്ലാത്തവരും ഒക്കെ ചെയ്യാൻ പറ്റും. കോടതി പറഞ്ഞാൽ ഇടപെടേണ്ട കാര്യമില്ല, ചെയ്ത് തെറ്റാണ്. അതുകൊണ്ട് ആ നിയമനം 4-5 മെയിൻ പോയിന്റിൽ കോടതി ശക്തിയായിട്ട് നിരീക്ഷണം നടത്തി. അതിനോട് ബന്ധപ്പെട്ട ക്ലാസുകൾ സ്റ്റേ ചെയ്തു. വളരെ നല്ല ഇടപെടലാണ് നടത്തുന്നത്. ഇനി പോരായ്മയുള്ള കാര്യങ്ങളുണ്ട്. ആ പോരായ്മയായിട്ടുള്ള കാര്യങ്ങൾ മെയിൻ കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ശക്തമായിട്ട് അതിൽ ഇടപെടും. അത് സജീവമായിട്ട് ഇടപെട്ടൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന മെയിൻ കേസിൻ്റെ സബ്കമ്മിറ്റിയിലും സജീവമായിട്ട് നമ്മൾ ഇടപെടും. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ശുഭകരമായ ചുണ്ടുവലകയാണ് ഈ കാര്യം. ആ ഇഷ്യൂവിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നേതാക്കന്മാരും മറ്റുമായിട്ട് പ്രത്യേക ശ്രമിക്കുക. ഇവിടെ കോൺഗ്രസിനെതിരായി കെട്ടിച്ചെല്ലു ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അതൊന്നും യാഥാർത്ഥ്യമുള്ള കാര്യമല്ല. ഇവിടെ വലിയ പോലീസ് ഇതിലൊക്കെ തന്നെയുള്ള അതൊക്കെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത വിധത്തിലുള്ള വിമർശനങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളത് വളരെ സജീവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇത്തരം അനാരോഗ്യകരമായിട്ടുള്ള വിദേശത്തുള്ള ജോലി 5 ലക്ഷം മാസ ശമ്പളം അത്തരമൊരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി നേതൃത്വം മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് പ്രാഥമികമായ അന്വേഷണത്തെ പ്രസിദ്ധ പ്രഥമ ദൃഷ്ടിയ അത്തരം കാര്യങ്ങളിൽ ഒരു കേസുണ്ട്
എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അന്വേഷണത്തെ കാര്യമുള്ളൂ. അല്ലാതെ ആൾ അന്വേഷണം നടത്തിയിട്ട് ആൾ മുൻകൂട്ടി തന്നെ ഒരു കുറ്റവാളി എന്നുള്ളത് കാണിക്കുന്ന അർത്ഥമില്ലല്ലോ. അതപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ ഒരു തുഞ്ചൻ ഭൂമിയായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ട്. അത് ഏറ്റെടുത്തത് അതിൽ വലിയ കേട് നടക്കുന്നു. പിന്നെ അന്ന് തിരൂരടങ്ങുന്ന പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ശ്രദ്ധിച്ചിരുന്ന വളരെ ഏറ്റവും വലിയ എവിഡൻസ് ആയിരുന്നു നിങ്ങൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ ഇത് സിമ്പിളാണ് നോക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷ നേതാക്കന്മാരും ഭരണകൂടവും എടുത്തിട്ടുള്ള സമീപന രീതിയെപ്പറ്റി നന്നായിട്ട് കവർ ചെയ്ത പത്രക്കാർ നിങ്ങൾക്ക് പിന്നെ സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യമില്ല. അത് ഗൗരവമായിട്ട് അത് ഉയർത്തിക്കൊണ്ടുവരാണ് ഞങ്ങൾ ചെയ്തിട്ട്. അഴിമതി ഉയർത്തി കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ട്. അപ്പോൾ എടുത്തത് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്തെന്ന് പറയുന്നത് തങ്ങളുടെ മുഖം രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ ഒരു വേണ്ടി ചെലവ് ചെയ്ത് വേറെ കാര്യം. ഈ ഭൂമി ഏറ്റെടുത്തൊക്കെ UDF-ന്റെ ഭരണകാലത്താണ് UDF ഭരണാധിപത്യം നൽകിയത് എന്നുള്ള ഈരോളം രേഖകളൊക്കെ പുറത്തു വരുന്നു. ഈ ഫാൾസ് ഡോക്യുമെൻ്റ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് അത്ര പഴക്കമുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ. ലാൻഡ് ആ ലാൻഡിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ട് ആ ഗ്യാങ് കാണിച്ചിട്ട് കള്ളക്കച്ചവടം ഇതൊക്കെ തന്നെ ഞങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം അത് കത്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ തെറ്റായിട്ടുള്ള ആരോപണം കാര്യമില്ല. വലിയ പ്രതീക്ഷയുണ്ടോ? കഴിഞ്ഞ തവണയൊക്കെ പുതിയ ചെറിയ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും വികാര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടായതാണ്. അല്ല, അതിൽ ഞങ്ങൾക്ക് നല്ല ശുഭാപ്തിവിശ്വാസം. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ആളുകൾ വിലയിരുത്തുക എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളെ ഗവൺമെൻറ് എന്ത് സമീപിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മൗലികമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ സമീപന രീതിയാണ് കേരളത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ വികസനം പോലുള്ള സംഗതികൾ അവരുടെ സമീപനം അവർ കാണിച്ചിട്ട് ക്രൂരത, അവർ കാണിച്ചിട്ടുള്ള ഈ നിയമക്രമവാഴ്ചയോട് അവർ കാണിച്ചിട്ടുള്ള സമീപനം ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ വളരെ തപിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അതെല്ലാം ഉണ്ടാവും വോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ എന്ന് തന്നെ നല്ല വിജയം ഈ പ്രാവശ്യം തദ്ദേശ